എനിക്കിപ്പോൾ 20 years ആണ്. I am happily settled with a career right now. For me, it was like 1 week of preparation for an interview. Some of the best teachers I've ever had. Alliance has been an irreplaceable part in my journey. I'm currently placed at EY. എൻ്റെ പേര് ആർദ്ര. എൻ്റെ വീട് പെരുമ്പാവൂരാണ്. ഞാനിപ്പോൾ EYയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് ഞാനിപ്പോൾ പെട്ടെന്ന് ജസ്റ്റ് 20 years old ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ പ്രൊഫഷനിലേക്ക് കയറിയിട്ടുള്ളൂ. മാത്രമല്ല EY പോലെ വൺ ഓഫ് ദി ബിഗ് 4 കമ്പനീസിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. അവിടുത്തെ വർക്ക് കൾച്ചർ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ എംപ്ലോയീസിനെ എല്ലാം ഇഷ്ടപ്പെട്ടു. എവ്രി വൺസ് റിയലി ഹെൽപ്ഫുൾ ആൻഡ് എവ്രി വൺസ് വില്ലിങ് ടു ടീച്ചേഴ്സ് ആൻഡ് എവ്രി വൺസ് എൻകറേജിങ് അസ് ടു ആസ്ക് മോർ. അപ്പോൾ ബേസിക്കലി ഞങ്ങൾ ട്രെയിനിങ്സ് ആണ്. ഒരു വർഷം ഞങ്ങൾ ട്രെയിനിങ് ആണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു വർക്ക് പ്ലേസിലും പ്രൊഫഷനിലും ഞങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് അത്രയും സ്റ്റാർക്ക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഇപ്പം എനിക്ക് തോന്നുന്നില്ല. ഇനി മുമ്പോട്ട് എങ്ങനെ പോകുമ്പോൾ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഫോർ നൗ വി ആർ സ്റ്റുഡൻസ് ഇൻ EY ഓൾസോ. വളരെ റെസ്പെക്റ്റോടെയാണ് ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻ EY എവ്രി വൺ ഇസ് ഈക്വൽ, വിച്ച് ഇസ് വൈ ഞങ്ങളുടെ കൗൺസിലർ, ഞങ്ങളുടെ മാനേജേഴ്സിന് പോലും ഞങ്ങൾ സാറിനൊന്നും വിളിക്കാറില്ല. കാരണം ഏത് ലെവലിലായാലും ഞങ്ങൾ ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. ഈക്വൽ റെസ്പെക്റ്റ് ആണ് എല്ലാവർക്കും. അപ്പോൾ ഇപ്പോൾ മാനേജേഴ്സ് ആണെങ്കിലും സീനിയർ മാനേജേഴ്സ് ആണെങ്കിലും നമുക്ക് അവർ ഭയങ്കര അപ്രോച്ചബിൾ ആണ്. വി ക്യാൻ ഗോ ആൻഡ് ടോക്ക് ടു ദം എനി ടൈം. So I loved EY. I love the work culture there. അപ്പോൾ ഞങ്ങൾക്ക് ഹബീബ് സാറിൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് തന്നായിരുന്നു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ക്ലാസ്സസ്. അപ്പോൾ ആ ക്ലാസ് കേട്ട് എൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്സ് ബേസിക്സ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ SBR നന്നായി റിവൈസ് ചെയ്തു. ഞാൻ ഫുൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ റിവൈസ് ചെയ്തു. പിന്നെ ഹബീബ് സാറിൻ്റെ ക്ലാസ്, പിന്നെ അലൻ സാറിൻ്റെ ഓഡിറ്റ് ക്ലാസ്സസും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. മാത്രമല്ല ഇൻ്റർവ്യൂസ് ഓൾറെഡി കഴിഞ്ഞ കുട്ടികളുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഹെൽപ്ഫുൾ ചെയ്തു. എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, എങ്ങനത്തെ ഡിഫിക്കൽട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ എന്നെ സഹായിച്ചു. അലയൻസിൻ്റെ പ്ലേസ്മെൻറ്റ് ഡ്രൈവിന് ആദ്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം എനിക്ക് BCom ഉണ്ടായിരുന്നില്ല. EY പോലത്തെ ഒരു ബിഗ് 4 ഫേമിൽ എനിക്ക് BCom ഇല്ലാതെ കയറുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായില്ല. പിന്നെ അക്ഷയ് സാറിൻ്റെ ഒരു ഇൻസിസ്റ്റൻസ് കാരണം മാത്രമാണ് ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്തത്. എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായില്ല. എൻ്റെ അബിലിറ്റീസിലൊന്നും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായില്ല എനിക്ക് ആക്ച്വലി കിട്ടുമെന്ന്. പിന്നെ 150 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഡ്രൈവിൻ്റെ ഗ്രൂപ്പിൽ. എന്നിട്ടും കൂടി ഞാൻ അലൻ സാറിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി അലൻ സാറിൻ്റെ ഇൻ്റർവ്യൂ പ്രപ്പ് ക്ലാസ്സസ് ഞാൻ കൂടി. പിന്നെ അലൻ സാറിൻ്റെ തന്നെ ഓഡിറ്റിലെ ക്വസ്റ്റ്യൻ ഒരു ബുക്ക്ലെറ്റ് പോലെ ഉണ്ടായിരുന്നു. ഓഡിറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്. പിന്നെ അലൻ സാറിൻ്റെ നോട്ട്സ്, ഹബീബ് സാറിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ക്ലാസ്സസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. പിന്നെ എൻ്റെ തന്നെ രീതിയിൽ ഞാൻ ഫുൾ പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫോൾട്ട് വരാതിരിക്കാൻ. പിന്നെ അലൻ സാറിൻ്റെ വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് CV പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലാസ് ഞാൻ കൂടി. അതനുസരിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ CV പ്രിപ്പയർ ചെയ്തത്. പിന്നെ മാത്രമല്ല അലൻ സാറിന് ഞാൻ CVയുടെ കാര്യത്തിൽ തന്നെ എനിക്ക് ചില ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അലൻ സാറിന് റീച്ച് ഔട്ട് ചെയ്തപ്പോൾ അദ്ദേഹം എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ക്ലാരിറ്റി തന്നു. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസൊക്കെ ഓൾറെഡി ഇൻ്റർവ്യൂ പാസ്സായ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ കുട്ടികളുടെ നിന്ന് എനിക്ക് അസിസ്റ്റൻസ് കിട്ടി. അപ്പോൾ ഒരു മ്യൂച്വൽ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു. അതും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. പക്ഷെ ഞാൻ അതിൽ മാത്രം റിലൈ ചെയ്തുകൊണ്ടിരുന്നില്ല. എൻ്റെ SBRലെ AAAലെ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ തറോ ആയിട്ട് പഠിച്ചുകൊണ്ട് ആ കണ്ടൻസൊക്കെ തറോ ആയിട്ട് പഠിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. പിന്നെ ACCA പഠിച്ചത് കാരണം നല്ല ഗുണമുണ്ടായി. കാരണം ഞാൻ പ്രതീക്ഷ പോലെ SBRലെയും AAAലെയും ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഇൻ്റർവ്യൂവിൽ ചോദിച്ചത് അവർ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തു നിന്നും ലൈക്ക് FM, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ടാക്സ് എല്ലാത്തിൽ നിന്നും അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. പക്ഷേ പരീക്ഷയ്ക്കൊക്കെ നന്നായി പഠിച്ച കാരണം ആ ഒരു ഓർമ്മയിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് നല്ല ഗുണമായിരുന്നു. അതുകൊണ്ട് BCom ഇല്ലാത്ത കാരണം എനിക്കൊരു എന്താ പറയുക നോളജിൽ അല്ലെങ്കിൽ സ്കിൽസിൽ
എനിക്കൊരു കുറവ് അല്ലെങ്കിൽ ഡ്രോബാക്ക് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ACC എന്ന് കിട്ടിയ നോളജ് ഇറ്റ് വാസ് സഫിഷ്യൻറ്റ്. ആക്ച്വലി EY പോലത്തെ ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ഫോറിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നല്ല നെർവസ് ആയിരുന്നു. പക്ഷേ ഐ ട്രൈഡ് മൈ ബെസ്റ്റ് നോട്ട് ടു ഷോ ദാറ്റ് നെർവസ്നെസ് ഓൺ മൈ ഫേസ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഐ പ്രിപ്പയർഡ് ഇറ്റ് വെരി വെൽ. പിന്നെ അത് എൻ്റെ കൗൺസിലർ ജീവൻ എന്നോട് പറഞ്ഞായിരുന്നു സെൽഫ് ഇൻട്രൊഡക്ഷൻ നല്ലതായിരുന്നു എന്ന്, അതെടുത്ത് പറഞ്ഞായിരുന്നു. സോ ദാറ്റ് പാർട്ട് വാസ് ക്ലിയർ. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് കൗൺസിലേഴ്സ് റിയലി പേ അറ്റൻഷൻ ടു ദാറ്റ്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം CV പ്രിപ്പറേഷനാണ്. കാരണം അവർ നമ്മുടെ CV വായിക്കും. നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പോലും അവർ നമ്മുടെ CV റെഫർ ചെയ്തുകൊണ്ട് നമ്മൾ CV-യിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ സ്കിൽസിനെ കുറിച്ചൊക്കെ അവർ നമ്മളോട് ചോദിക്കും. അപ്പോൾ ഇഫ് യു ഹാവ് ലൈഡ് ഈവൻ മൈന്യൂട്ട്ലി അത് നമുക്ക് ഭാര്യയായിട്ട് വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് സെഡ് ഐ ഹാവ് ഗുഡ് ക്ലയൻറ്റ് ഹാൻഡ്ലിംഗ് സ്കിൽസ്, even if you are a fresher, they'll ask you, can you please share us your experience about a client you have managed before. അപ്പോൾ ഒരു ഫ്രഷർ എന്ന നിലയ്ക്ക് അങ്ങനത്തെ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് മേ ബി ഇറ്റ്സ് ബിക്കോസ് യു തിങ്ക് യു ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ദാറ്റ് യു ഹാവ് സെഡ് സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ മുമ്പൊരു ക്ലയൻറ്റിനെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ പറയരുത്. അങ്ങനെ ഭയങ്കര നെർവ് റാക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഐ നെവർ തോട്ട് ദാറ്റ് ഐ വുഡ് ആക്ച്വലി പാസ് ദ ഇൻ്റർവ്യൂ. ഐ തോട്ട് ഐ പെർഫോം വെരി ബാഡ്ലി. സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടി. ആൻഡ് ഓൾസോ ഇറ്റ് വാസ് അറൌണ്ട് 40 minutes. പിന്നെ ഞാൻ പറഞ്ഞല്ലോ SBR AAA ആയിരുന്നു ഞാൻ മോസ്റ്റ്ലി പ്രിപ്പയർ ചെയ്തു ബിക്കോസ് ഐ തോട്ട് ഇറ്റ് വാസ് ഫോർ അഷുറൻസ്. പക്ഷേ ഞാൻ പ്രോഗ്രാം അലയൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് സെലക്ട് ആയത്. പ്രോഗ്രാം അലയൻസിൽ നമ്മൾ എല്ലാ ഏരിയാസിലും വർക്ക് ചെയ്യും. ബേസിക്കലി അഷുറൻസ്, ടാക്സ്, SAT, കൺസൾട്ടിങ് എല്ലാത്തിലും വർക്ക് ചെയ്യും. അതുകൊണ്ട് എല്ലാ മേഖലയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഞാൻ ചെയ്ത വേറൊരു കാര്യം, ഐ ട്രൈ ടു ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യനിലും ഐ ഡോണ്ട് നോ എന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് മിസ്റ്റേക്ക് ആയാലും കൂടി ഞാൻ ഇപ്പോൾ ഒരു ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഐ ആസ്ക് ദ ഇൻ്റർവ്യൂവർ ടു ഗിവ് മീ സം ടൈം. എന്നിട്ട് ഞാൻ പരമാവധി എനിക്ക് പറ്റാവുന്ന അത്രയും ഞാൻ ഐ ട്രൈ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ ടു ദ ബെസ്റ്റ് ഓഫ് മൈ അബിലിറ്റീസ്. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും മടുത്തുപോയി. അത്രയും നെർവ് റാക്കിംഗ് ആയിരുന്നു. കാരണം ഇൻ്റർവ്യൂവേഴ്സിൽ നിന്ന് ഒരു റിയാക്ഷൻ ഉണ്ടായില്ല. നല്ലതാണോ, ആൻസർ കറക്റ്റ് ആണോ, ഒന്നും അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായില്ല. പിന്നെ ഒരു ആൻസർ പറഞ്ഞപ്പോൾ ദേ ജസ്റ്റ് ലുക്ക്ഡ് അറ്റ് മീ ലൈക്ക് ദിസ്. അപ്പോൾ എനിക്ക് ശരിക്കും ഐ തോട്ട് ദാറ്റ് ഐ വുഡൻറ്റ് പാസ് ദ ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂ നല്ല ഡിഫിക്കൽട്ടായിരുന്നു. എനിക്ക് 2 റൗണ്ടാണ് ഉണ്ടായിരുന്നത്. ആദ്യം ടെക്നിക്കൽ റൗണ്ടായിരുന്നു നല്ല പാടായിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തത് HR റൗണ്ടായിരുന്നു. HR റൗണ്ട് ഞങ്ങളുടെ കൗൺസിലർ ജീവനായിരുന്നു HR റൗണ്ട് ചെയ്തത്. ദാറ്റ് വാസ് മോർ പേഴ്സണൽ rather than ടെക്നിക്കൽ. that one was fine. I felt very elated. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവുമെന്ന് പോലും വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് എന്നെക്കുറിച്ച് തന്നെയാണോ പറയണത്, ആള് മാറിപ്പോയോ എന്ന് പോലും ഞാൻ വിചാരിച്ചു. കാരണം അത്രയും നല്ല ട്രേസസ് ആണ് വന്നത്. ബട്ട് ഇറ്റ് ഈസ് ട്രൂ, ഐ പ്രിപ്പയർഡ് a lot for the interview. ഞാൻ ഡേ ആൻഡ് നൈറ്റ് പഠിച്ചായിരുന്നു. പിന്നെ മാത്രമല്ല ഞാൻ SBR AAA പേപ്പേഴ്സ് ഒന്നിച്ചാണ് ചെയ്തത്. അപ്പോൾ മേ ബി അത് പഠിച്ചതിൻ്റെ കാര്യങ്ങൾ നന്നായി റീകോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ട്രൂ. അപ്പോൾ അലൻ സർ എന്നോട് പറഞ്ഞായിരുന്നു ഇത്രയും നന്നായി പ്രിപ്പയർ ചെയ്തൊരു കാൻഡിഡേറ്റ് മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന്. I don't know about that, but it is true that I did my homework. I prepared very well for the interview. എക്സാമിന് കൊടുക്കേണ്ട ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ തീർച്ചയായും ഒരു ഇൻ്റർവ്യൂവിന് കൊടുക്കണം. എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് ഫോർ എ കമ്പനി ലൈക്ക് EY, വൺ ഓഫ് ദ ബിഗ് 4 ആണ്. അപ്പോൾ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് വേണം നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യാൻ. നമ്മൾ എക്സാമിൻ്റെ ടൈം വരുമ്പോൾ നമ്മൾ ഡേ ആൻഡ് നൈറ്റ് പ്രിപ്പയർ ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യും. ആ ഒരു ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ഇൻ്റർവ്യൂവിന് വേണം. നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാൻ പോണേന്ന് അറിയത്തില്ല. എസ്പെഷ്യലി ഇൻ ആൻ എക്സാം ലൈക്ക് ACCA എക്സാം. അതുപോലെ തന്നെയാണ് ഇൻ്റർവ്യൂവും. അപ്പോൾ
ഓൾറെഡി നമ്മുടെ ഈ ACCA എക്സാംസ് ടെക്സ്റ്റ് ബുക്സൊക്കെ വാസ്റ്റായിട്ടുള്ള സിലബസ് ആണുള്ളത്, ഒത്തിരി കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ACCA എക്സാംസ് പഠിക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ ഓരോ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കണം. ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് 1 വീക്ക് ഓഫ് പ്രിപ്പറേഷൻ ഫോർ ആൻ ഇൻ്റർവ്യൂ. ഞാൻ ഒരു എക്സാമിന് ആക്ച്വലി പഠിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തതും. തീർച്ചയായും 20 ഇയേഴ്സിൽ ഒരു EYയിൽ ഒരു പൊസിഷൻ കിട്ടുകയെന്ന് വെച്ചാൽ അത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. അത് ഐ ആം ഓൾസോ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇപ്പോൾ ഞാൻ ACCA എടുത്തതിൻ്റെ ഒരു മെയിൻ ദി ഓൺലി reason I chose ACCA was because I wanted to get a job as soon as possible. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ റിലയൻസിൽ തുടങ്ങിയപ്പോൾ തന്നെ വർക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ പാരൻസിനൊക്കെ അറിയായിരുന്നു, എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവരൊക്കെ അവർക്കറിയായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പൊസിഷനിലെത്തുമെന്ന് അറിയായിരുന്നു. So they weren't really surprised when they came to know of this. പക്ഷേ ഐ ട്രൈ ടു ബി ഹംബിൾ. ഞാൻ എൻ്റെ എഫേർട്സ്, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ മെൻറ്റേഴ്സ്, എൻ്റെ വെൽ വിഷേഴ്സ്, ഗോഡ്, എല്ലാവരും ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദെയർ ഹെൽപ്പ്. എല്ലാവരോടും ഐ എം റിയലി താങ്ക്ഫുൾ. And even my boss, my counselor, I am grateful to my teammates as well. Mumbai interview ചെയ്ത ബിന്ദ്യ, എല്ലാവരും റിയലി ഹെൽപ്ഫുൾ ആണ്. സോ ഇപ്പോൾ എല്ലാവരും വലിയ കാര്യമായിട്ട് കാണുന്നെങ്കിലും only I know the kind of hardship I put into this whole thing. അപ്പോൾ നമുക്ക് ആ ഒരു എയിം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമുക്ക് തന്നെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ഇത്ര വയസ്സിനുള്ളിലും നമുക്ക് ലൈഫ് സെറ്റ് ആവണമെന്ന് ടാർഗറ്റ് സെറ്റ് ചെയ്ത് ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ വർക്ക് ചെയ്യണം. പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, സോഷ്യൽ മീഡിയ ഉണ്ടാവും, ബട്ട് വി ഷുഡ് നോട്ട് ബി ഡിസ്ട്രാക്റ്റഡ്. അപ്പോൾ നാച്ചുറലി ഇറ്റ് വിൽ ഹാപ്പൻ. 2 പേപ്പർ ഒന്നിച്ച് ചെയ്തായിരുന്നു. FRAA, ടാക്സ്, ATX, പിന്നെ SBR AAA. ഈ 3 സെറ്റ്സും ഞാൻ ഒന്നിച്ചാണ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് 20 ഇയേഴ്സിനുള്ളിൽ എനിക്ക് പാസ്സാവാൻ പറ്റിയത്. എനിക്ക് ലൈക്ക് 2.5 ഇയേഴ്സ് എടുത്തുള്ളൂ ACCA ഫുൾ ക്ലിയർ ചെയ്യാൻ. പിന്നെ ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ. എനിക്ക് അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും അധികം യൂസ് ചെയ്യാത്ത ആളാണ്. സോ ആ ഒരു ടൈമും കൂടി എനിക്ക് പഠനത്തിൽ സേവ് ചെയ്യാൻ പറ്റി. എന്നിട്ടും കൂടി എനിക്ക് അത്രയും വലിയ ഭാരമായിട്ട് തോന്നിയില്ല. ആകെ ഭാരം എന്ന് പറയാൻ SBR AAA ആ സമയം മാത്രമാണ് എനിക്ക് ശരിക്കും ഹെക്റ്റിക് ആയിട്ട് തോന്നിയുള്ളൂ. ബാക്കി എല്ലാ സമയം ഇറ്റ് വാസ് ഓക്കെ. അത്രയും ഭാരമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സം ഓഫ് ദ ബെസ്റ്റ് ടീച്ചേഴ്സ് ഐ ഹവ് എവർ ഹാഡ്. അപ്പോൾ അവരുടെ ഗൈഡൻസ്, ലൈക്ക് അവരുടെ ഒരു ഫോർസൈറ്റ്, എക്സാംസിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ പോകുന്നത്, എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ദേ ഹാവ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. സോ ദേ നോ വാട്ട് വി ഷുഡ് ഡു ഇൻ ഓർഡർ ടു പാസ്. അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതേപോലെ ചെയ്യായിരുന്നു. ലൈക്ക് ഹബീബ് സാറിൻ്റെ SBR ക്രാക്ക് ചെയ്യാൻ ചില സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഇത്ര ടൈംസ് നമ്മൾ SBR റിവൈസ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചെയ്യണം, പഠിപ്പിക്കണം. ഐ ട്രൈ ടു ഫോളോ ഓൾ ദാറ്റ് ടു ദ ലെറ്റർ. അപ്പോൾ മാത്രമല്ല, എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ അസിസ്റ്റൻസ് ഉണ്ടായി. മെൻറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും എനിക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. So Alliance has been an irreplaceable part of this journey from my time as a student to a professional. For me, I've always been a very studious, very introverted student. അപ്പോൾ എൻ്റെ കോർ മെമ്മറീസ്, അല്ലെങ്കിൽ ഞാൻ റിലയൻസിന് ഓർക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ലേറ്റ് നൈറ്റ് സ്റ്റഡി സെഷൻസ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, പ്രത്യേകിച്ച് എക്സാമിന് തൊട്ട് മുമ്പുള്ള 2 വീക്സിൻ്റെ ഉള്ള ആ എല്ലാവരും നന്നായി പഠിക്കുന്ന അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തരുന്ന ഒരു കാര്യമായിരുന്നു. സോ ഐ യൂസ് ടു കം ഹിയർ and I used to study till late night, like till 8:30 PM ഒക്കെ ഞാൻ പഠിക്കായിരുന്നു. കാരണം എല്ലാവരും പഠിക്കുമ്പോൾ എനിക്കും
ലൈക്ക് പഠിക്കാനൊരു മോട്ടിവേഷൻ, ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും, ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ പഠിക്കാൻ എനിക്ക് ഇവിടെ പറ്റുമായിരുന്നു. സോ വെൻ ഐ തിങ്ക് അബൌട്ട് എലാൻസ്, ദാറ്റ്സ് വാട്ട് കംസ് ടു മൈ മൈൻഡ്. ആൻഡ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരും എനിക്ക് ലൈക്ക് ദേ വിൽ കം ആൻഡ് ചെക്ക് ഇൻ ഓൺ മീ അറ്റ് ടൈംസ് ആൻഡ് എൻകറേജ് ചെയ്യും ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, ഹെൽപ്പ് ചെയ്യും, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ ഒരു കോർ മെമ്മറി. എനിക്ക് ഞാനൊരു സ്റ്റുഡൻസ് ഇൻട്രോവേർട്ടഡ്, പഠിക്കാൻ ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം പഠിക്കുന്ന ആളായി, കാരണം ദാറ്റ് ഇസ് ദ കൈൻഡ് ഓഫ് മെമ്മറി ഐ ഹാവ്. പഠിക്കുന്ന കാര്യം തന്നെയാണ്. മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അവരെ എനിക്ക് ഹെൽപ്പ് ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഹെൽപ്പ് ചെയ്യായിരുന്നു. ഓൾറെഡി പേപ്പർ പാസ്സായവരെ എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ അവരുടെ നിന്നൊക്കെ ഒത്തിരി ഹെൽപ്പും മോട്ടിവേഷനും കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം ചാർട്ടേർഡ് അക്കൗണ്ടൻസി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നി ചാർട്ടേർഡ് അക്കൗണ്ടൻസി ഭയങ്കര ഹാർഡാണ്, ഒത്തിരി നാളെടുക്കും. 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ്, പിന്നെ ഒത്തിരി ഗ്രൂപ്പ് സിസ്റ്റം, അതൊക്കെ എനിക്ക് പറ്റാത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ ACCA കുറിച്ച് അറിഞ്ഞു, അന്വേഷിച്ചു. പിന്നെ എനിക്ക് അങ്ങനെയാണ് എലാൻസ് ആണ് ഒത്തിരി പേര് റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ എലാൻസിലേക്ക് വന്നത്. പിന്നെ ഞാൻ ACCA പഠിക്കാൻ തുടങ്ങി. വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണം എന്നായിരുന്നു. അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺസ് വൈ ഐ ചോസ് ECCA. 3 years ആണ് ഒരു നോർമൽ ഡിഗ്രിയുടെ കാലഘട്ടം. ബട്ട് ECCA നന്നായി പഠിച്ച് നമ്മൾ ഒരു സെഷനിൽ മോർ ദാൻ 1 പേപ്പേഴ്സ് എഴുതിയാൽ നമുക്ക് അതിന് നേരത്തെ നമുക്ക് പാസ്സായി പോവാം. സോ ഐ ന്യൂ ദാറ്റ്. മാത്രമല്ല ACCA പഠിച്ചാൽ നല്ല കമ്പനീസിൽ ജോലി കിട്ടാം, നല്ല സാലറി കിട്ടാം. CA ചാർട്ടേർഡ് അക്കൗണ്ടൻസിൻ്റെ ആ ഈക്വൽ ലെവൽ നമുക്ക് ആ സെയിം പൊസിഷൻ കിട്ടാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ACCA ചൂസ് ചെയ്തത്. ഞാൻ 10th വരെ എനിക്ക് നല്ല മാർക്സ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ സയൻസിൽ തന്നെ പോകുന്നത്. പക്ഷേ എനിക്ക് നേരത്തെ തന്നെ സയൻസിനോട് എനിക്ക് അത്രയും താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ഒബ്വിയസ്ലി ഐ ചോസ് സംതിങ് കോമേഴ്സ് റിലേറ്റഡ്. ചാർട്ടേർഡ് അക്കൗണ്ടൻസി ആയിരുന്നു ഞാൻ നോക്കിയത്. പിന്നെ +1 +2 കയറിയപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, ACCA കുറിച്ച് പറഞ്ഞു, കരിയർ ഡിസ്കഷൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ACCA നല്ല കോഴ്സാണെന്ന് എൻ്റെ ക്ലാസ് ടീച്ചർ റെക്കമെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ ആ ഡയറക്ഷനിൽ ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. ACCA പഠിച്ചിറങ്ങിയ കുട്ടികളോട്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട്, ചാർട്ടേർഡ് അക്കൗണ്ടൻസി CA പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എല്ലാവരോടും ഞങ്ങൾ ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ACCA ചൂസ് ചെയ്തത്. പിന്നെ കോച്ചിങ് ഒക്കെ എവിടെയാണ് ഏറ്റവും നല്ല ടീച്ചേഴ്സ് ഉള്ളത് എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ കൂടുതലും ആൾക്കാരും റെഫർ ചെയ്ത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തത് എലാൻസ് ആണ്. അവർ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരെ എലാൻസിലെ ടീച്ചേഴ്സ് വന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ജോജോ സാറിനെ പറ്റി അല്ലെങ്കിൽ ഹബീബ് സാറിനെ പറ്റി ഒത്തിരി പ്രൈസസ് പറയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എലാൻസിനെ പറ്റി അറിയുന്നതും അവിടെ ഫിക്സ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ചോദിച്ചിടത്തോളം എല്ലാവരും തന്നെ എലാൻസ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ സോ ദാറ്റ്സ് ഹൗ ഐ കെയിം ഹിയർ. ഞാൻ ഡെഫിനറ്റ്ലി ACCA സജസ്റ്റ് ചെയ്യും. ബിക്കോസ് വി ലിവ് ഇൻ എ കോമ്പറ്റേറ്റീവ് വേൾഡ് റൈറ്റ് നൗ. ജസ്റ്റ് ഒരു ഡിഗ്രിയും കൊണ്ട് വി കനോട്ട് മൂവ് ഫോർവേഡ്. നമ്മൾ ഹയറാർക്കിയിൽ ഏറ്റവും താഴെ ആയിരിക്കും, ഒരു കോർപ്പറേറ്റ് ലാഡറിൽ എപ്പോഴും നമ്മൾ താഴെ ആയിരിക്കും ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ. സോ വി ഹാവ് ടു കോൺസ്റ്റൻ്റ്ലി upskill ourselves and we should have professional certifications. അപ്പോൾ നമ്മൾ ഒരു സാധാ ലൈക്ക് വലിയ പഠിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ഒരു സ്റ്റഡി ലൈഫ് ബാലൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കോഴ്സ് ACCA തന്നെയാണ്. ഡിഗ്രിയും കൂടെ വേണം. ഐ എം നോട്ട് സെയിങ് ദാറ്റ് we shouldn't do a degree, but ACCA and ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ we really should have it in today's world. ബിക്കോസ് മറ്റുള്ളവരുടെ നിന്ന് നമുക്ക് ശരിക്കും സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ തീർച്ചയായും വേണം. എനിക്കിപ്പോൾ 20 years ആണ്. ഐ ആം ഹാപ്പിലി സെറ്റിൽഡ് വിത്ത് എ കരിയർ റൈറ്റ് നൗ അറ്റ് വൺ ഓഫ് ദ best companies in the world. So please do not regret your decision. Please do not regret the choice you have made. Good luck and all the best.